കേവലം 3 വർഷം മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ പരസ്യജീവിതകാലം ഐതിഹാസികമായ ഏറെ നേട്ടങ്ങൾ മനുഷ്യകുലത്തിന് സമ്മാനിക്കുവാൻ പര്യാപ്തമായിരുന്നു. ലോകചരിത്രത്തിലെ ദൈവിക ഇടപെടലുകളിൽ ഏറ്റവും മഹത്തരമായ കാലഘട്ടമായിരുന്നു അത്. തനിക്കുവേണ്ടി ലോകത്തിൽ ദീപം കൊളുത്തുവാനായി ചിലരെ തെരഞ്ഞെടുത്ത ഈശോ അവരിലൂടെ ഒരു സ്നേഹവിപ്ലവത്തിന് ആരംഭം കുറിക്കുവാൻ തിരുമനസ്സായി. അതെ, ക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പുകൾ അപ്രകാരമാണ്. ഓശാനയ്ക്ക് ജനമധ്യത്തിലേക്ക് എഴുന്നള്ളുവാൻ കഴുതയെയും തനിക്ക് പിറന്നു വീഴുവാൻ പുൽക്കൂടും, തനിക്ക് കരുത്തുറ്റ പിൻഗാമികളാകുവാൻ ഒരു ദുർബല സമൂഹത്തെയും തെരഞ്ഞെടുത്ത അവിടുന്ന് അത്തരം ഓരോ തെരഞ്ഞെടുപ്പുകളിലൂടെയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിലും തന്റെ സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനായി അവിടുന്ന് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളും അവരിലൂടെ ഈ ജനമധ്യത്തിൽ സംഭവിക്കുന്ന മഹത് പ്രവൃത്തികളും ദൈവവിളിയുടെ രഹസ്യത്തെ ഉൾക്കൊള്ളുന്നവയാണ്. ഇരിങ്ങാലക്കുട രൂപതയെയും ഒപ്പം ഒരു വലിയ സമൂഹത്തെയും പടുത്തുയർത്തിയ ഇരിങ്ങാലക്കുട രൂപതയുടെ വലിയ ഇടയൻ മാർ ജെയിംസ് പഴയാറ്റിൽ വിവരണങ്ങൾക്ക് അതീതനാണ്. ജീവിതവീഥികളിലെന്നും ഏവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് കൃപ നൽകി. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം തൃശൂർ രൂപതയ്ക്ക് കീഴിൽ വൈവിധ്യമാർന്ന ഇടപെടലുകളോടെ മുന്നേറിയ 17 വർഷക്കാലം ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിന്റെ ജീവിതത്തിൽ ഏറെ നിർണായകമായിരുന്ന ആ കാലഘട്ടം അദ്ദേഹത്തിലെ നേതൃഗുണത്തെയും ആത്മീയ മനുഷ്യനെയും ഒന്നുപോലെ പണിതുയർത്തുവാൻ സഹായകമായി. ആയിരത്തി 1978 ജൂൺ 22 വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ ദിനം. അന്നേ ദിവസം ഇരിങ്ങാലക്കുട രൂപതയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള സുദിനമാണ്. പോളാറാമൻ പാപ്പായുടെ ത്രിച്ചൂരിയൻസിസ് എപ്പാർക്കി എന്ന പേപ്പൽ ബുളയിലൂടെ ഇരിങ്ങാലക്കുട രൂപത സ്ഥാപിക്കപ്പെട്ടത് ആ ദിവസമാണ്. അതുവരെ തൃശൂർ അതിരൂപതയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ഇരിങ്ങാലക്കുട രൂപതയുടെ 1200 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്തിന് വ്യക്തവും തനതുമായ ആത്മീയ വളർച്ച വേണമെന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ആ തീരുമാനമെന്നത് കാലം തെളിയിച്ചു. 130ഓളം ഇടവകകളിലായി 50,000-ലേറെ കുടുംബങ്ങളുള്ള ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കേരള സഭയുടെ ആത്മീയ ചരിത്രത്തിൽ വ്യക്തമായ സ്ഥാനമുണ്ട്. മാർ തോമാസ് ശ്ലീഹ ഭാരതത്തിലെത്തിയ AD 52 മുതൽ ആരംഭിക്കുന്ന ചരിത്രമാണ് അത്. തോമാസ് ശ്ലീഹ കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട രൂപതയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ, ദേവദാസൻ ജോസഫ് വിധേയത്തിൽ അച്ഛൻ, മോൺസിഞ്ഞോർ സക്രിയാസ് വാഴപ്പള്ളി അച്ഛൻ തുടങ്ങി ഏറെ പുണ്യാത്മാക്കളുടെ ജീവിതങ്ങളും ഈ പ്രദേശത്തെ കൂടുതൽ തിളക്കമാർന്നതാക്കി തീർത്തു. ആദ്യകാലം മുതൽ ശ്രദ്ധേയമായ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് കളമൊരുങ്ങിയ ഒരു ദേശത്തെ അതിൻ്റെ ചൈതന്യം ഒട്ടും ചോരാതെ വളർച്ചയുടെ പാതയിലൂടെ നയിക്കുവാൻ നിയുക്തനായത് അക്കാലത്ത് തൃശൂർ സെയിന്റ് തോമസ് കോളേജിൽ അധ്യാപകനും വാർഡനുമായിരുന്ന ഏവർക്കും പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ അച്ഛനായിരുന്നു. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ 44 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം തുടർന്നുള്ള 32 വർഷം ആ രൂപതയെ ദൈവഹിതപ്രകാരം മുന്നോട്ട് നയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വളരെ പരിമിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആത്മീയവും ഭൗതികവുമായ മാതൃകാപരമായ ഔന്നത്യത്തിലേക്ക്
ഒരു ദേശം വളർന്നതിനു പിന്നിൽ വ്യക്തമായ ദൈവാശ്രയ ബോധത്തിന് വലിയ പങ്കുണ്ട്. പുതിയൊരു രൂപത വരുന്നു. ഇരിങ്ങാലക്കുടയിൽ വാസ്തവത്തിൽ ഒരു പുതിയ രൂപതയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് ഈ രൂപതയെ കൈപിടിച്ച് ആനയിച്ച. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഇപ്പോൾ യു ആർ ഗോയിങ് ടു ബിഷപ്പ് ന്യൂ ഡയസിസ്, നോ ആർ യു ഹാപ്പി എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പ്രത്യേക സന്തോഷമില്ല, ഒരു ദുഃഖവും ഇല്ല. പണ്ടേ എന്നെ കർത്താൻ സമർപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ നിറവേറ്റാൻ സമർപ്പിച്ചിരുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവിടെ നിന്ന് എവിടേക്ക് എത്തിക്കുന്നോ അവിടേക്ക് എത്തിക്കും. എൻ്റെ മനസ്സാക്ഷി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നോട് കൺസെൻറ്റ് ചോദിക്കും. ഞാൻ പറയുന്ന കാര്യം എന്ന് അറിയുമോ? ട്രസ്റ്റിംഗ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ്, പ്ലേസിംഗ് ഓൾ മൈ ട്രസ്റ്റ് ഇൻ ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്, വിത്ത് ദ കോപ്പറേഷൻ ഓഫ് ദ ബിഷപ്സ്, ദ പ്രീസ്, ദ റിലീജിയസ് ആൻഡ് ദ ലേറ്റി, ഐ ടേക്ക് അപ്പ് ദിസ്. ദാറ്റ്സ് ഓൾ. ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രമെന്നാൽ ബഹുമാനപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ ആത്മകഥ കൂടിയാണ്. ഉറച്ച ആത്മീയ ബോധ്യങ്ങളുടെ പിന്തുണയിൽ ഭൗതികമായ സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലും മാതൃകാപരമായി മുന്നേറിയ ഒരു വലിയ സമൂഹത്തിൻ്റെ കഥയാണ് അത്. തുടക്കകാലങ്ങളിൽ ഏവരുടെയും ഭാഗത്തുനിന്ന് നിസ്വാർത്ഥമായ സഹകരണവും ഒട്ടേറെ കാര്യങ്ങളിലുള്ള ഒത്തുതീർപ്പുകളും ആവശ്യമായിരുന്നു. എന്നാൽ ദൈവപരിപാലനയുടെ പിൻബലത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ കാലം ആ സമൂഹത്തെ മുന്നോട്ട് നയിച്ചു. അങ്ങനെ പോരുന്ന സന്ദർഭത്തിൽ ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലം പോലും ഇല്ല. ഇല്ല, ഒന്നുമില്ല. കിഴക്കേ പള്ളിയുടെ അപ്പോൾ 2 പള്ളികൾ കൂടിയുണ്ട്. ആ 2 പള്ളിയും ഒന്നായി തീരുന്നു. അതെ, അത് ഈ ഒക്കേഷനിലാണ് വന്നത്. 2 നല്ല വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. പണ്ട് ശീഷ്മയിൽ പോയി തന്നെ പടിഞ്ഞാറെ പള്ളി. ഈ പടിഞ്ഞാറെ പള്ളി പിന്നീട് സെൻറ്റ് ജോർജ് പള്ളി, ആദ്യത്തെ പള്ളി അതാണ്. ആ പള്ളി 1846 ഉണ്ടായിട്ടുള്ളതാണ്. 1846. അപ്പോൾ അത് സെൻറ്റ് ജോർജ് നാമത്തിലായിരുന്നു. അത് പിന്നീട് ക്രമേണ ഫൊറോന പള്ളിയായി. അങ്ങനെ ശീഷ്മ വന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ശീഷ്മ പെടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കൂട്ടരൊക്കെ ഭിന്നിച്ച് അപ്പോൾ കിഴക്കേ പള്ളി പണിതത്. ആ കിഴക്കേ പള്ളി പണിത് അപ്പോൾ രൂപത വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ 2 കൂട്ടരും വളരെ ഐക്യത്തിലാണ് പോകണം പല കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരിടത്തല്ലേ പിതാവിന് ഒരു ഭദ്രാസ്ഥാപനം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ 2ഉം കൂടി യോജിച്ച് ഒറ്റ ഇടവയാകുന്നു. അപ്പോൾ ഇടവ ഒന്നായി. അത് ഈ സെൻറ്റ് തോമസ് കത്തീഡ്രൽ എന്ന പേരായി. ഇത് സെൻറ്റ് ജോർജിൻ്റെ പേരിലായിരുന്നു, അത് സെൻറ്റ് മേരീസിൻ്റെ പേരിലായിരുന്നു. അവിടെ സേക്രഡ് ഹാർട്ടിൻ്റെ പേരിൽ ഒരു തീർത്ഥ ബലിയാകാണ്, സ്പിരിച്വാലിറ്റി സെൻറ്റർ. ഇവിടെ സെൻറ്റ് ജോർജിൻ്റെ പേര് മാറ്റി, സെൻറ്റ് ജോർജിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഇടാം, വേറെ കാര്യം, സെൻറ്റ് തോമസിൻ്റെ പേരിലായി. തിരുഹൃദയത്തിൽ പ്രത്യേകമാംവിധം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥൻ മാർ തോമാ ശ്ലീഹായാണ്. തോമാ ശ്ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹിക്കപ്പെട്ട മണ്ണാണ് ഇത് എന്നതിനാൽ തന്നെ ശ്ലീഹായോടുള്ള അടുപ്പം വളരെ പ്രത്യേകമായി കാത്തുസൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ സമൂഹം. ബഹുമാനപ്പെട്ട ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ പ്രത്യേകമായ താൽപ്പര്യത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായാണ് കൊടുങ്ങല്ലൂരിൽ ഒരു ഇടവക സ്ഥാപിക്കപ്പെടുകയും സമൂഹ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ആ ദേശത്തിന് ആത്മീയമായ വളർച്ച സാധ്യതമാവുകയും ചെയ്തത്. ഏറെ ത്യാഗം സഹിച്ചിട്ടാണ് കൊടുങ്ങല്ലൂർ നമ്മളൊരു ഇടവ ഉണ്ടാക്കുന്നത്. അവിടെ പൊന്നിക്കൽ ഷൈനുണ്ട്. അത് സെൻറ്റ് തോമസിൻ്റെ റിലിക്ക് വെച്ചിട്ടുള്ളതൊക്കെയാണല്ലോ. അത് ഭാരതപ്രവേശനം കണക്കെടുത്തിട്ടുണ്ട്. 52 AD അദ്ദേഹം വരുന്നത്. നവംബർ 21 ലാൻഡ് ചെയ്തത്.
അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആ പുണ്യക്ഷേത്രം അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കൊടുങ്ങല്ലൂർ 10 വീടുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിനിടയായിട്ട് ഉയർത്തുക. പക്ഷെ അന്വേഷിക്കുമ്പോഴേ ആ ഭാഗത്ത് ഒറ്റ വീടില്ല, ഒരു വീടേ ഉള്ളൂ, 0 മലബാറിൻ്റെ ആയിട്ട്, അതും വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പോയി. അങ്ങനെയാണ് ഇപ്പോൾ സെൻറ്റ് മേരീസ് പള്ളി നമ്മളിവിടെ പണിയേണ്ട വന്നത്. രൂപത ഇനിഷ്യേറ്റീവ് എടുത്ത് സ്ഥലം വാങ്ങി പണിതതാണ് ഇപ്പോൾ കാണുന്ന കൊടുങ്ങല്ലൂർ ഈ ഭാഗത്തുള്ള ആ സെൻറ്റ് മേരീസ് ചർച്ച് കേട്ടോ. അത് പണിയാൻ ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തിട്ടുള്ളത് ഈ പൊന്നീഷായുള്ള അച്ഛന്മാരാണ്. ക്രമേണ ഇവിടെ സ്ഥിരം താമസിക്കുന്ന അച്ഛൻ ഞാനാക്കി കൊടുങ്ങല്ലൂരിൽ. അത് തന്നെ ഒരു ഫാദർ ടൈറ്റസ്, അതേ അവിടെ താമസിക്കുന്നതിനൊപ്പം തന്നെ അതിപ്പോൾ MA ഡിഗ്രിയൊക്കെ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ വലിയ ജോലിയൊന്നും ഇല്ല, അതുകൊണ്ട് പഠിച്ചു. അദ്ദേഹം കൊടുങ്ങല്ലൂർ താമസിക്കുന്ന അവസരത്തിൽ ചെയ്ത ഒരു വലിയൊരു കാര്യമുണ്ട്. 12 അപ്പസ്തോലത്തിന് ശേഷം ആ പള്ളി സ്ഥാപിച്ചതുകൊണ്ടാണ്. ആ പള്ളിയെ സെൻറ്റ് മേരീസ് ചർച്ച് പേര് കൊടുത്തു. പക്ഷേ സെൻറ്റ് തോമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ട് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് ഇന്ത്യൻ നാനാഭാഗത്തേക്ക് റേസ് പോകുന്ന പോലെ ചിത്രീകരിക്കാൻ പറഞ്ഞു. സുവിശേഷ ദീപ്തി എവിടേക്കും പരക്കേണ്ടതുണ്ട്. അതാണ് ഒന്ന്. പിന്നെ സെൻറ്റ് തോമസ് മൈ ലോർഡ് മൈ ഗോഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഉദയന യേശുവിൽ വിശുദ്ധമായിട്ട് പറയുന്നത്. അപ്പോൾ യേശു വിലാവിൽ തൊടുന്ന ഒരു ചിത്രം തോമസ് മൈ ലോർഡ് മൈ ഗോഡ് എന്ന്, അതൊക്കെ അവിടെ ഉണ്ട്. അനേകരുടെ സ്വാർത്ഥമായ മുതലെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഗുരുതരമായ സാമൂഹിക പ്രതിസന്ധികളിലൂടെ നാം കടന്നുപോകുന്ന ഒരു കാലമാണ് ഇത്. വർഗീയ ചിന്താധാരകൾ ഏറെ ദോഷകരമായ സന്ദേശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസം ഒരിക്കലും വേലിക്കെട്ടുകൾക്കും വിഭാഗീയതയ്ക്കും കാരണമായി മാറുന്നതല്ല എന്ന ബോധ്യം നാം ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ ആദ്യകാലം മുതലുള്ള പ്രവർത്തനങ്ങളിൽ മതേതര നിലപാടുകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഭാരത സംസ്കാരത്തിൻ്റെ മഹത്തായ പ്രതീകങ്ങളെ വിശാല മനസ്സോടെ ഉപയോഗിക്കുകയും ആത്മീയ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായി മാധ്യമമാക്കി മാറ്റുകയും ചെയ്യുക വഴിയായി ക്രിസ്തുവിൻ്റെ ദിവ്യസ്നേഹത്തെ ഒരു ദേശമെങ്ങും പരത്തുവാൻ അദ്ദേഹത്തിനായി. അതോടൊപ്പം മറ്റെങ്ങുമില്ലാത്ത വിധം മഹത്തായൊരു മതസൗഹാർദ്ദ അന്തരീക്ഷം ഈ നാട്ടിൽ നിറയ്ക്കുവാനും ആ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു. പിന്നെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല സംസ്കാരങ്ങളുടെയും പല മതങ്ങളുടെയൊക്കെ സംഗമവേദിയായിരുന്നു അത്. തുടക്കം തന്നെ അവിടെ നിന്നാണല്ലോ. അതുകൊണ്ട് അതെല്ലാം കൂടി സമന്വയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു താമരപ്പൂ അവിടെ കൊടുക്കുക. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഒരു ബൈബിൾ ഇൻസെർട്ട് ചെയ്യുക. അപ്പം എല്ലാ സംസ്കാരം കണക്കെടുത്തുകൊണ്ട് അത് സുവിശേഷ പ്രാർത്ഥന കൊടുക്കുന്ന ആ ഒരു പ്രസക്തിയിലേക്ക് കടന്നു വരണം. താമര എന്നുള്ളതുകൊണ്ട് ഭാരത സംസ്കാരത്തെ തന്നെയാണ് അതെ അതെ അതെ. തീർച്ചയായിട്ടും എല്ലാ മതങ്ങളെയും സൂചിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് അതിൽ ബൈബിൾ ഇൻസെർട്ട് ചെയ്യുന്നു. ബൈബിളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ മൂവായിരത്തുണ്ടായിരുന്ന എല്ലാവരും. നമ്മൾ ഭാരത സംസ്കാരത്തെ കൂടി ഉൾക്കൊള്ളുന്ന അതെ അതെ സാഹചര്യം. ഇനി ആ കാര്യങ്ങൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്റ്റലായിരിക്കുമ്പോഴേ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ദിസ് ഹോസ്റ്റൽ ബി ഹോം ഓഫ് ലവ്. ഇവിടെ വ്യത്യസ്ത ചിന്താധാരകളുള്ളവർ, വ്യത്യസ്ത പ്രത്യേകിച്ച് വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത രാഷ്ട്രീയപരമായ ആഭിമുഖ്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. പക്ഷെ റിമെമ്പർ ദിസ് എ ഹോം ഓഫ് ലവ്. നമ്മിൽ ധാരണ അത് വളരെ ആവശ്യമാണ്. അത് ഞാനൊരു ആശയം കൊടുക്കാറുണ്ട്. നോട്ട് ഓൺലി ദാറ്റ് ഐ യൂസ് ടു ഗിവ് ദം വൺ മോട്ടോ. അതറിയോ എന്താ പറയുന്നത്? എ ഹോം ഓഫ് ലവ് നോസ് നോ ബൗണ്ടറീസ് ഓഫ് റേസ്, റീജിയൻ ആൻഡ് റിലീജിയൻ. വളരെ പ്രസക്തമായ. അതെ അതെ, അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എ ഹോം ഓഫ് ലവ് നോസ് നോ ബൗണ്ടറീസ് ഓഫ് റേസ്, റീജിയൻ ആൻഡ് റിലീജിയൻ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മതത്തിൻ്റെയും ജാതിയുടെയും പ്രദേശത്തിൻ്റെയും ഒരു ഇത്രയും വലിയ സംഘർഷം നടക്കുന്ന ഒരു കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പിതാവ് ഇത്തരത്തിലുള്ള സന്ദേശം കൊടുത്തത്. വളരെ പ്രസക്തമായ സംഗതി. അതുപോലെ ഈ അവിടെ SFI സ്റ്റുഡൻസ് ഒക്കെ കോളേജ് അവരൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ദേ വർ സോ ഗ്രേറ്റ്ഫുൾ ടു മീ, സോ നൈസ്. ഇനി കഴിഞ്ഞതിൻ്റെ മൊത്തമല്ല, കഴിഞ്ഞ മറ്റവിടെ ഹോം ഡേക്ക് വന്നത്
KT ശങ്കർ എന്നുള്ള ഒരു ജസ്റ്റിസാണ് ഹൈക്കോടതിയിലുണ്ട്. ഹി വാസ് എ സ്റ്റുഡൻറ്റ് ദയർ. അതെ അതെ. കോളേജിൻ്റെ 90 കൊല്ലത്തെ അവസരത്തിൽ അവിടെ ഒരു മാസിക പുറത്തു വന്നു. ഞാൻ പിതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിൾ കാണുന്നുണ്ട്, അതിനിടയ്ക്ക് എൻ്റെ പടവും കാണുന്നുണ്ട്. വൈ ഷുഡ് ഐ അപ്പിയർ ദയർ ഞാൻ ചിന്തിച്ച് നോക്കി. അപ്പം അങ്ങനെ എഴുതിയ ആർട്ടിക്കിളിൽ എന്നെക്കുറിച്ച് വളരെ കാര്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. പഴയ ഓർമ്മകളാണ്, ആളുകളുടെ മനസ്സിലുണ്ട്. ഹി വാസ് എ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാമൂഹികമായും ആത്മീയമായും ഇരിങ്ങാലക്കുടയും പരിസര പ്രദേശങ്ങളും ഏറെ വളർന്നിരിക്കുന്നതായി കാണാം. ചില പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചുരുക്കം ചില സ്ഥാപനങ്ങളും സൗകര്യങ്ങളും മാത്രമുണ്ടായിരുന്ന ഈ ദേശം ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു സ്ഥാനം കൈവരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ഇരിങ്ങാലക്കുട രൂപതയ്ക്കും മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിനുമുള്ള സ്ഥാനം ചെറുതല്ല. രൂപതയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള ഇടപെടലുകളിലൂടെ ഏറെ സംവിധാനങ്ങൾ ഈ പ്രദേശങ്ങളിൽ രൂപീകരിക്കപ്പെട്ടു. ആത്മീയ സാമൂഹിക മേഖലകളിൽ ഒട്ടേറെ സന്യസ്ത സമൂഹങ്ങളുടെ ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഏറെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ആത്മീയ മുന്നേറ്റങ്ങൾക്കും വളക്കൂറുള്ള മണ്ണ് ഒരുക്കപ്പെട്ടിരുന്നത് വിവിധ സന്യാസ സഭകൾക്ക് പ്രവർത്തിക്കുവാൻ ഊർജം പകർന്നു. പിതാവേ, നമ്മൾ ഈ രൂപത ആരംഭിച്ച കാലം പറഞ്ഞല്ലോ, പിന്നീട് രണ്ട് ഇടവകകളൊന്നായി. അപ്പോൾ ഒരു ഐക്യത്തിൻ്റെ അന്തരീക്ഷം വന്നു. ഇവിടുത്തെ ഇരിങ്ങാലക്കുടയിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ പിതാവ് ഇടപെട്ടു. പിന്നെ ഈ രൂപതയെ ഒരു മറ്റേ വ്യവസ്ഥാപിതമായിട്ടൊരു അവസ്ഥയിലേക്ക് വളർത്തിയെടുത്ത അതിൻ്റെ ഒരു അനവധി ആളുകളുടെ സഹായവും സഹകരണവും ഇല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയ അവസ്ഥയിലേക്ക് അതൊന്നും ഓർക്കാം. അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പട്ടം കിട്ടിയപ്പോൾ തന്നെ എഴുതി വെച്ചാൽ ഒന്ന് ഇതാണ്: ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. അങ്ങനെ വിളിച്ചിരുന്ന ബോധ്യം അങ്ങ് ഈശ്വരനെ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ബട്ട് ട്രസ്റ്റ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ് ആൻഡ് ഗോ ഇൻ ഓൾ കോൺഫിഡൻസ്. അതൊരു മോട്ടോയായിട്ട് വേണം എടുക്കാം. ട്രസ്റ്റ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ് ആൻഡ് ഗോ ഇൻ ഓൾ കോൺഫിഡൻസ്. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഹി ക്യാൻ വർക്ക് മിറക്കിൾസ്. ഹി ഈസ് റിയലി ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് തിങ്സ്. ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. അതേസമയം തന്നെ അങ്ങ് നൽകിയ മീൻസ് എന്തോ അത് ഉപകാരപ്പെടുത്തുക. അതിന് എത്ര ആളുകളുണ്ട് അവർ വിശ്വാസമെടുക്കുക. അത് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ പലതും ഉണ്ടാകേണ്ടതുണ്ട്, പല സ്ഥാപനം ഉണ്ടാകേണ്ടത്, പലതൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. കുറേ പേരൊക്കെ ഞാൻ പഠിക്കാൻ വിട്ടിട്ടുണ്ട്, കുറേ ഞാൻ പഠിച്ചു വന്നവരുണ്ടാകാം. പിന്നെ ഇവരിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിറഞ്ഞ ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചതിന് ഫലമായിട്ടാണ് പ്രധാനമായിട്ട് ഇവിടെ വളർച്ചയുണ്ടായിരിക്കുന്നത്. അനവധി സ്ഥാപനങ്ങൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലം സെപ്റ്റംബർ 10 ഈ പട്ടം കിട്ടിയിരിക്കുന്നത്. അതൊരു രൂപതാ ദിനമാണ്. ആ രൂപതാ ദിനത്തിൽ പാസ്കൽ സംഘങ്ങളെ വിളിക്കും, അച്ഛന്മാരെല്ലാവരും വിളിക്കും, ലോകസ്പിരിനെ വിളിക്കും, ജലപ്രതിനിധികൾ വേറെ വിളിക്കും. അത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ അവസരമാണ്. ആ ദിവസം എല്ലാ കൊല്ലവും പ്ലാൻ ചെയ്യും, എന്തെങ്കിലും പുതുതായിട്ട് ആരംഭിക്കണം, പുതിയ ഒരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ തുടങ്ങി വെച്ചതിൻ്റെ ഇനോഗ്രേഷൻ നടത്തണം. അതൊരു പ്ലാനിങ് ആയിരുന്നു എല്ലാ കൊല്ലവും. ഈ വളർച്ച പ്രധാന കാരണം അതാ. നമ്മുടെ രൂപതയിൽ എല്ലാ കൊല്ലവും എന്തെങ്കിലും തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ തുടങ്ങുന്ന കാര്യം ഒന്നുമില്ല, പക്ഷേ ഗോഡ് വിൽ ഹെൽപ്പ് അസ് എന്ന മട്ടിലാണ് അങ്ങനെ പോയിട്ടുള്ളതും ദൈവത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് താനും. ഇനി ചില കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഇവിടെ 4 ഡിഫറെൻറ്റ് കോൺഗ്രിഗേഷനിൽപ്പെട്ട ആണുങ്ങൾക്കുള്ള സ്ഥാപനങ്ങളേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ ബിഷപ്പ് വരുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ 13 പേരുടെ ആയിട്ടുണ്ട്. 13 വ്യത്യസ്ത സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപനങ്ങൾ പലതുണ്ട്, പക്ഷേ സന്യാസ സമൂഹങ്ങൾ ഇത്രയേ ഉള്ളൂ അവരുടെ കീഴിലുള്ള അത്. പിന്നെ വേറൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റേഴ്സിന് ആ കാലത്ത് ഞാൻ ചാർജ് എടുക്കുമ്പോൾ അവർക്ക് ആകെ 61 മഠങ്ങളെ ഇവിടെയുള്ളൂ.
ഈ രൂപതയിൽ 61 മഠങ്ങൾ ആകെയുള്ളൂ. അതും 7 ഡിഫറെൻറ്റ് കോൺഗ്രിഗേഷൻ്റെ ആയിട്ട്. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ 38 ഡിഫറെൻറ്റ് കോൺഗ്രിഗേഷൻ്റെ 168 മഠങ്ങളുണ്ട്. തീർച്ചയായിട്ടും വലിയ വളർച്ച. എത്ര സ്ഥാപനം ഉണ്ടായി നോക്കി. ഞാൻ വരുമ്പോൾ റെഗൽ കോളേജായിട്ട് ക്രൈസ്റ്റ് കോളേജ് ഇവിടെയുണ്ട്, സയൻസ് കോളേജുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് കാർമൽ കോളേജും മാളയിലെ SS കോളേജും ഇവിടുത്തെ സിസ്റ്റേഴ്സായിട്ട് തുടങ്ങിയത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഇരിങ്ങാലക്കുട രൂപത കൈവരിച്ച നേട്ടങ്ങൾ സ്തുത്യർഹമാണ്. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണവും സാമൂഹിക സേവനത്തിനുള്ള സന്മനസ്സും ദൈവാശ്രയ ബോധത്തോടെയുള്ള പ്രവർത്തന ശൈലിയും ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്ക് കാരണമായി മാറി. മാളയിലെ BEd കോളേജും കൊടകരയിലെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങി ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ആ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കുന്നു. മൂല്യബോധമുള്ള ഒരു നവസമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ നേതൃത്വം വഹിച്ച പങ്ക് ചെറുതല്ല. പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് കൊടകരയിൽ ആരംഭിച്ചിട്ടുള്ള സഹൃദയ. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഒരു പ്രൊഫഷണൽ കോളേജ് വരുന്ന അവസരം വരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് അവസരം മീറ്റിംഗ് അവസരത്തിൽ അവർക്കാരും ധൈര്യമില്ല, പൈസയും ഇല്ല, പേഴ്സണും ഇല്ല, സ്ഥലമില്ല, ഒന്നുമില്ല, സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ ഈ ഒക്കേഷൻ മിസ് ചെയ്താൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വന്നേക്കാം. അതവരെ ഹൃദയം സ്പർശിച്ചു. ശരിയാണല്ലോ, ഇപ്പോൾ ഇങ്ങനെ അവസരം വന്നിരിക്കുന്നു, ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെയാണ് അവസാനം അവർക്ക് തയ്യാറാകുന്നത്. ലെറ്റസ് ഹാവ് ഇറ്റ്. ഞാനാണിത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടാകുമ്പോൾ അതിന് പേര് കൊടുക്കണ്ടേ, എന്താ പേര് കൊടുക്കണ്ടേ? ആ പേരും സ്പോണ്ടേഴ്സ് ഞാൻ കൊടുത്ത പേരാണ് സഹൃദയ. അതെ അതെ, ഞാൻ തന്നെ കൊടുത്താണ്. അത് ഈശോയുടെ തിരുവായിരുന്നു ഈ രൂപത പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അത് സെൻറ്റ് തോമസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടില്ല, കൊടുക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ട് കത്തീഡ്രലിന് സെൻറ്റ് തോമസിൻ്റെ പേര് കൊടുത്തു. സെൻറ്റ് തോമസ് ഓർത്ത് തന്നെയാണ് അവിടെ കൊടുക്കുന്ന പള്ളി പണിതതും. അതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു സേക്രഡായിട്ടാണ് നമ്മുടെ എനിക്ക് കൊച്ചുനാൾ മുതൽ സേക്രഡ് വലിയ ഭക്തിയാണ്. എൻ്റെ അനുഗ്രഹം മുഴുവൻ അതിലൂടെയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞു സേക്രഡ് നാമത്തിലാവണം, പക്ഷെ ആ പേര് കൊടുക്കാതെ സഹൃദയ എന്ന് പേര് കൊടുത്തു. അപ്പോൾ എൻ്റെ ഉദ്ദേശം തന്നെയാണ്, അവിടെ തന്നെയാണ് ചീഫ് പേട്രൺ, യാതൊരു സംശയമൊന്നുമില്ല. തിരുഹൃദയമാണ് അതേ സ്ഥാനത്ത് വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു പേര് സഹൃദയ. സഹൃദയനിട്ട വളരെ ഹൃദയവർദ്ധകമായിട്ടുള്ള പേര്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും പരിപാടിക്ക് മാണി സാറുണ്ടായിരുന്നു, മാണി സാർ. അതുപോലെ തന്നെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു. അവർക്ക് വലിയ ഇഷ്ടമായി സഹൃദയം പേരിട്ടത്. വളരെ ഒരു സെക്കൻഡ് ലൈൻ പോലെ തോന്നു വേണമെങ്കിൽ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഓരോ സ്പീച്ചും പറയുന്ന കാര്യമുണ്ട്. ട്രൂ ടു ദ നെയിം ഓഫ് ദ കോളേജ്, പ്ലീസ് ബി ഓഫ് ഗുഡ് ഹാർട്ട്. നിങ്ങൾ നല്ല ഹൃദയമുള്ള ഒരാളുണ്ടേ. ഈ ഗുഡ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുക ഈശോയുടെ അനുഹൃദയം വേണമെന്നാണ്. അത് തന്നെയാണ് യേശുവിൻ്റെ പിറവിയുടെ അവസരത്തിൽ മാനവൻ നൽകിയ സന്ദേശത്തിൽ പറയുന്നുണ്ടല്ലോ, ആർക്ക് സമാധാനം, സന്മനസ്സുള്ള സമാധാനം. എല്ലാവരും സമാധാനവും അനുഗ്രഹവും ഐശ്വര്യം പുരോഗതി ആവശ്യപ്പെടുന്നു. അതിന് വേണം, സന്മനസ്സ് വേണം. ബി ഓഫ് ഗുഡ് ഹാർട്ട് ഓഫ് ഗുഡ് വിൽ. അവരാശയം കൊടുക്കുന്ന അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അവിടെ കോഴ്സ് വാസ്തവം കുറേ പ്രയാസപ്പെട്ടൊക്കെ തുടങ്ങിയിട്ടോ. ഇപ്പോൾ അവിടെ 45 ഏക്കർ സ്ഥലം നമുക്കുണ്ട്. എന്തെല്ലാം സംവിധാനം വന്നിരിക്കുന്നു. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് വാസ്തവത്തിൽ കേരളത്തിൽ ബെസ്റ്റ് നമ്മുടേതാണ്. യൂണിവേഴ്സിറ്റിയുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക അവാർഡും ലഭിക്കുകയുണ്ടായി. ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, വേറെ ഒന്നുമല്ല. ഇന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തന വീഥിയിൽ മുന്നേറുന്ന ചാലക്കുടിയിലെ സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ചതാണ്. പിതാവിനെ ഏറെ സ്നേഹിച്ചിരുന്ന ആ നാട്ടുകാരുടെ സന്മനസ്സും പ്രവർത്തന സന്നദ്ധതയും ഒപ്പം പിതാവിൻ്റെ സേവന തൽപരതയും ഒന്നു ചേർന്നപ്പോൾ
ഒരു വലിയ സമൂഹത്തിനു മുഴുവൻ അനുഗ്രഹമായ ഒരാതുരാലയം പണിതുയർത്തപ്പെട്ടു. ഞാൻ മൈനസിൽ പഠിക്കുന്ന കാലത്താണ് ആലപ്പാട്ട് പിതാവിൻ്റെ പൗരോഹിത്യ 25 ജൂബിലി വന്നത്. അതേ പ്രായത്തിൽ തന്നെ ഞാൻ ബിഷപ്പായത്. 44 വയസ്സുള്ള അദ്ദേഹം ബിഷപ്പായി, 40 ഞാനും ബിഷപ്പാകുന്നു. അദ്ദേഹം ബിഷപ്പായിട്ട് 21 പൂർത്തിയ അവസരം ഞാൻ മൈനസിൽ ചേരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിവിൽ ജൂബിലി ഓർഡിനേഷൻ കണക്കിലെടുത്തുകൊണ്ട് ഒരു ആസ്പത്രി ഇടാൻ തീരുമാനമായി. അങ്ങനെയാണ് അവിടെ മിഷൻ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് 6-7 കൊല്ലം കഴിയുമ്പോഴാണ് എൻ്റെ ജൂബിലി വരുന്നത്, സിവിൽ ജൂബിലി. പുതിയ രൂപതയാണ്. അപ്പോൾ എൻ്റെ അത്രയേ ഉള്ളൂ, ഈ ഒരു അവസരം വേണമെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യം ഉപയോഗിക്കാമല്ലോ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്ഥാപനം ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ അതുണ്ടാകുന്ന ഒരു തീരുമാനമൊക്കെ ഏകാണ്ടമായിരിക്കണം. എൻ്റെ പേര് അതിനകത്ത് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അതൊക്കെ അവിടെ മുകളിൽ കിട്ടിയാൽ മതി. അപ്പോൾ എൻ്റെ പേര് അതിന് കൊടുക്കേണ്ടതില്ല ഒന്നിനും. അവസാനം 18 പേര് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റി തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഏകാണ്ട തീരുമാനമാണ്, എല്ലാവരും കൂടിയിട്ട് ഒരു ആസ്പത്രി ആകട്ടെ. അങ്ങനെയാണ് ഇനി എവിടെ ആസ്പത്രി വേണം. ഈ രൂപതയുടെ ആഭിമുഖ്യം വരുന്ന ആസ്പത്രി വളരുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ കണ്ടീഷൻ ഇതാണ്, ഇനി ആസ്പത്രിയിലാണ് തീരുമാനമെങ്കിൽ അത് ഒരു ടൗൺ പോലെ ഏരിയയിലേ പറ്റുള്ളൂ. അവസാനം ചാലക്കുടിയാണ് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് വന്നു. നാഷണൽ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട സ്ഥലമൊക്കെയാണല്ലോ. അങ്ങനെയാണ് ആ സ്ഥലം നിശ്ചയിക്കുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേക്ക് അപ്പുറത്തുള്ള ഈ 2 ഫൊറോനകളും അതുപോലെ എല്ലാ സ്ഥാപനങ്ങളും പള്ളികളും ആളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലം തീർന്നു തന്നു. ഇപ്പം നമ്മുടെ ഭാഗത്ത് പള്ളി തുടങ്ങുമ്പോൾ വെറും 2 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളൂ. 2 ലക്ഷം രൂപ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 7 നില കെട്ടിടം അന്ന് തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ആ 7 നില കെട്ടിടപ്പെട്ടുണ്ട്. വേറെ സൗകര്യം ഉണ്ടായി, കുറേ സ്ഥലം പിന്നീട് വാങ്ങിക്കാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ അവസ്ഥയിൽ വന്നു. അവിടെ ഫാർമസി കോളേജ് വന്നു, BSc നഴ്സിംഗ് കോളേജ് വന്നു, നന്നായി പ്രവർത്തിക്കുന്നു. ഫാർമസി കോളേജ് എല്ലാ റാങ്കുകളും അവിടെ തന്നെയാണ് ഏതാണ്ട്. അതൊക്കെ എത്രയോ ഉയർന്നു പോയിരിക്കുന്നു. BSc നഴ്സിംഗ് കോളേജ് നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാം നന്നായിട്ട്. ഇപ്പോൾ MSc ഒക്കെ ഉണ്ട് അവിടെ. ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ മിഴിവാർജിച്ചു നിൽക്കുന്നത് കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തനിലൂടെ അവിടുന്ന് നിർവഹിച്ച വലിയ കാര്യങ്ങളാണ്. ദൈവം പ്രത്യേകമായി സ്നേഹിച്ച ഒരു സമൂഹത്തെ അവിടുത്തോട് കൂടുതൽ ചേർത്തു നിർത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട ഈ ശുശ്രൂഷകന്റെ ജീവിതയാത്ര തുടരുന്നു. തൻ്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ഈശോ പിടിച്ചു നടത്തിയ വിസ്മയനീയമായ അനുഭവങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിശ്വാസം എടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ്. അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. ആ ഒരു വിശ്വാസം എടുക്കുന്നു എന്നുകൊണ്ട് തന്നെ വിശ്വസ്തയുടെ കാര്യം ചെയ്യുമായിരുന്നു. അങ്ങേറ്റം ത്യാഗം സഹിച്ചിട്ട്. ഞാൻ കാരണം കൊടുത്തിട്ട് ഒരച്ഛനും പ്രീസ്റ്റ് വേണ്ടെന്നൊന്നും പോയിട്ടില്ല. ഞാൻ കാരണം കൊടുത്തിട്ട് ആർക്കും ഉപയോഗം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് സത്യം. ദൈവത്തിന് മുമ്പിൽ മനസ്സാക്ഷിയുടെ മുമ്പിലും അത് പക്ഷേ. പിന്നെ എനിക്ക് നിർബന്ധമുണ്ട്, ഏത് പരിപാടിയായാലും സമയത്ത് തുടങ്ങണം, സമയത്തെത്തണം. ഇപ്പം എത്ര കൊല്ലമായി ഞാൻ 78 ബിഷപ്പായിട്ട് ഇതുവരെയും ഞാൻ ചെല്ലേണ്ട പരിപാടിയാണെങ്കിൽ എന്തായാലും കൃത്യം സമയത്തുണ്ടാകും, ഉറപ്പാണത്. നമ്മുടെ ഇപ്പോഴത്തെ പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ തന്നെ അദ്ദേഹത്തെ ബിഷപ്പ് വാഴിക്കണമെന്ന്. 2 കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്. 1, അദ്ദേഹത്തെ ബിഷപ്പ് വാഴിക്കും ഞാൻ തന്നെയാകണം. 2, ഞാൻ ബിഷപ്പ് താമസിക്കണം.